സെപ്റ്റംബർ 28 നിങ്ങൾക്കറിയാം ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. പുന്നമടയിൽ ജലമാമാങ്കം അരങ്ങേറുന്ന ദിവസമാണെന്ന്. ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വള്ളംകളിയുടെ ആവേശത്തിലേക്ക് പുന്നമട മടങ്ങുകയാണ്. എങ്ങും തുഴത്താളവുമായി കളി ആവേശവുമായി ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് ആർക്ക് ലഭിക്കുമെന്നറിയാൻ ഇനി 4 ദിവസം കൂടി കാത്തിരിക്കണം. ഇത്തവണ തുഴയെറിയാൻ 19 കരുത്തരാണ് പുന്നമടയിൽ ഉണ്ടാകുക. പുന്നമടയിലെ ഓളങ്ങൾ ഇളകി തുടങ്ങി. ഇനിയാണ് കളി കാണാൻ പോകുന്നത്. ചുണ്ടൻ വള്ള സമിതികൾക്കും ക്ലബ്ബുകൾക്കും കരക്കാർക്കും പുറമെ ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും വെല്ലുന്ന ആരാധക വൃന്ദമുണ്ട് ഇന്ന് വള്ളംകളിക്ക്. ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് ആരാധകർ കാത്തുകാത്തിരുന്ന വള്ളംകളിക്ക് ഇക്കുറി ആവേശവും ആഘോഷവും ഇരട്ടിയാകും. അങ്കത്തട്ടിൽ എതിരാളികൾക്ക് മുൻപേ കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വള്ളസമിതികളും ക്ലബ്ബുകളും. മത്സരിക്കുന്ന 19 ക്ലബ്ബുകളിൽ 5 സ്വന്തം ചുണ്ടനിൽ തന്നെയാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. തീവ്ര പരിശീലനത്തിലാണ് വിവിധ ക്ലബ്ബുകൾക്ക് കീഴിലെ തുഴച്ചിലുകാർ. 10-12 ക്ലബ്ബുകൾ വളരെ നഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ നല്ലൊരു 10-15 ട്രയൽ എടുത്തതിന് ശേഷമാണ് ആ വള്ളങ്ങളെ മാറ്റിവെച്ചത്. ഒരു ക്ലബ്ബിന് മിനിമം ഒരു 60 ലക്ഷം രൂപ നഷ്ടം ഇപ്പം വന്നു. അതെങ്ങനെ നികത്തുന്നു വെച്ചാൽ വലിയ പ്രയാസമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ക്ലബിന് 28-ാം തീയതി കളി വരുമ്പോൾ എത്ര ക്ലബ്ബുകൾ 19 ചുണ്ടമ്പുള്ള രജിസ്റ്റർ ചെയ്തു 19 വരുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. കൂടി വന്നൊരു 16 വള്ളത്തിൽ കൂടുതൽ കളിക്കാൻ സാധ്യത കുറവാണ്. അത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി. വള്ളംകളി മാറ്റിവെച്ചതോടെ പല ക്ലബ്ബുകൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. എന്നാൽ വള്ളംകളി ഒരുക്കങ്ങൾക്കോ പരിശീലനത്തിനോ ഒട്ടും കുറവില്ല. ആവേശം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് വീണ്ടും ആ രീതിയിൽ വരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം കറക്റ്റായിട്ട് ഉണ്ടായിരുന്ന നോറിട്രിബ്യൂട്ട് ഉള്ളത് കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ ഒക്കുമായിരുന്നു. അങ്ങനെ ചെറുതായിട്ടുണ്ടായാൽ പോലും നടന്നു പോയാൽ പിന്നെ വീണ്ടും അത് ആവേശത്തിലാവും. പവലിയനുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. നെഹ്റു പവലിയന് മുകളിൽ ഷീറ്റ് മാറുന്ന ജോലികൾ പൂർത്തിയായി. ടൂറിസം സീസൺ എത്തും മുമ്പേ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികളുടെ തിരക്കേറി. വള്ളംകളി എത്തുന്നതോടെ പുന്നമടയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പുന്നമടക്കായലിൽ ഒന്നിച്ചൊന്നായി തുഴ വീഴുമ്പോൾ എന്തൊരു താള സൗന്ദര്യമാണ് അതിന്. മേഘപാളികൾക്കിടയിൽ സുജികുമാർ പറഞ്ഞ പോലെ ഒളിച്ചിരുന്ന ക്യാമറ ഒപ്പിയെടുത്ത മനോഹരമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ചിരുന്നു. ഇന്നും വളരെ ലാവണ്യത്തോടെ നമ്മൾ ഇത്തവണയും ഈ സൗന്ദര്യം പ്രേക്ഷകരെ കാണിച്ചു തരും. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ പുന്നമടക്കായലിലെ ജലമേള വലിയൊരു അനുഭവമാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും 24 നടത്തി കഴിഞ്ഞു. ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാർ, പിന്നെ ഞാനും. ഞങ്ങൾ 3 പേരും ചേർന്നായിരിക്കും തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുക. കളിയുടെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ തലയിലേക്കും കയറ്റാൻ സന്നിവേശിപ്പിക്കാൻ ഞങ്ങളുണ്ടാകും. മേഘപാളികൾക്കിടയിൽ ഒളിച്ചിരിക്കാനുള്ള ക്യാമറയും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ അതിനായി നിങ്ങൾ കാത്തിരിക്കുക. 28-ാം തീയതിയാണ് പുന്നമടക്കായലിൽ ഓളങ്ങൾ ഇളകുക.